മോഡിറ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ കിട്ടും കേട്ടോ. അതുപോലെ ബ്ലൂ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിലും ചേച്ചി ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ലൈവിലിരിക്കുന്ന ആർക്കാണോ ബ്ലൂ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലൂ അവരുടെ പ്രൊഫൈലിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം തന്നെ ഓപ്ഷൻസ് വരും. അതിനകത്ത് ആഡ് ആസ് മോഡിറ്റർ എന്നും പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻസ് വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് ഓൾറെഡി ബ്ലൂ കിട്ടും. ഇനി ചേച്ചിക്ക് ബ്ലൂ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേച്ചി എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണോ ബ്ലൂ കൊടുത്ത പോലെ ഈ പ്രൊഫൈലിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് മോഡിറ്റർ എന്നും പറഞ്ഞുകൊണ്ടുള്ളത് കിടക്കും. കാരണം ഇവർക്ക് ഓൾറെഡി ബ്ലൂ ഉള്ളത് കൊണ്ട് റിമൂവ് മോഡിറ്റർ എന്ന് പറഞ്ഞാൽ ആ റിമൂവ് ഉള്ളത് കൊടുത്താൽ മതി. ഓൾറെഡി ആ ബ്ലൂ ഇതിനകത്തുനിന്ന് ഇല്ലാണ്ടാവും. അങ്ങനെ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്, റിമൂവ് ചെയ്യാനും കൊടുക്കാനും ഉള്ളത്. ചേച്ചിക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം കേട്ടോ. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണേ. അച്ചു ചേച്ചി അമ്മയെ വിളിച്ചു, ഇപ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ സ്നേഹം തരുന്നുണ്ട്. റെജിന ടീച്ചർ പറയുന്നുണ്ട്, അപ്പുകുട്ട സുഖം, സ്നേഹയ്ക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ് വലിയ തണുപ്പ് തോന്നുന്നത്. അതേ, സത്യമാണ് കേട്ടോ, സത്യമാണ് റെജിന ടീച്ചർ. ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് വലിയ തണുപ്പ് തോന്നുന്നത്. അല്ലേട്ടൻ പറയുന്നുണ്ട് അത് പറയാൻ പറ്റില്ല അപ്പൂ എന്ന് പറയുന്നുണ്ട്. ഫ്രഷ് നമുക്ക് സ്നേഹവും ഹാർട്ടുകളൊക്കെ തരുന്നുണ്ട്. താങ്ക് യു ഫ്രഷ്, താങ്ക് യു സോ മച്ച്. അശ്വതി ഓക്കെ മുത്തേന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട്. ഹായ് ഫ്രഷേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ കൺമണി ചേച്ചി. രഗന അപ്പുക്കുട്ടനെ ഞാനും അച്ചുമ്മയും ബ്രെയിൻ വാഷ് ചെയ്തിരുന്നു, കല്യാണം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അനിലേട്ടൻ അച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പു പറയുന്നുണ്ട് റെജിന ടീച്ചർ എനിക്ക് സുഖം തന്നെ, ടീച്ചർക്ക് സുഖമാണോ, ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. കൺമണി ചേച്ചി ഓക്കെ എന്ന് പറയുന്നുണ്ട്. കൺമണി ചേച്ചി നിസ്സാരമായിട്ട് ചെയ്യാം കേട്ടോ. പ്രൊഫൈലൊന്ന് ടച്ച് ചെയ്തുമ്പോൾ തന്നെ ആഡ് ആസ് മോഡിറ്റർ എന്നും പറഞ്ഞുകൊണ്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ബ്ലൂ കൊടുക്കാം കേട്ടോ. റിമൂവ് ചെയ്യുന്നതും അങ്ങനെ തന്നെ. അതിലെങ്കിലും ഇവരുടെ പ്രൊഫൈലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ബ്ലൂ കൊടുത്ത് അവിടെ റിമൂവ് എന്നും പറഞ്ഞുകൊണ്ട് കിടക്കും. റിമൂവ് മോഡിറ്റർ എന്നും പറഞ്ഞ് കിടക്കും. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. രഗന റെജിന ചേച്ചി ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ലച്ചു ഹായ് എന്ന് പറയുന്നുണ്ട്. രഗന ലച്ചു ഹായ് എന്ന് പറയുന്നുണ്ട്. കൺമണി ചേച്ചി ഓക്കെ എന്ന് പറയുന്നുണ്ട്. അശ്വതി അതേ രഗനക്കുട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പു പറയുന്നുണ്ട് അച്ചു ചേച്ചി രാവിലെ എന്താണ് പറഞ്ഞത്? എന്നെയും രഗനയും പറത്തും എന്ന് പറഞ്ഞു. അത് ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. ലച്ചു പറയുന്നുണ്ട് എല്ലാവരും ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അശ്വതി പോടാ ഞാനത് മറന്നു എന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. കൺമണി ചേച്ചി ഓക്കെ എന്ന് പറയുന്നുണ്ട്. എവിടെ മെസ്സേജ് ഫിനിഷിങ് വായിച്ച് താഴോട്ട് ഇറങ്ങി വാ എന്ന് പറയുന്നുണ്ട്. റെജിന ടീച്ചർ പറയുന്നുണ്ട് എനിക്കൊരു കളറില്ലെന്നോ, കളറും ഇല്ല എന്ന് പറയുന്നുണ്ട്. കളറില്ലാത്തതാണ് നല്ലത്. നമ്മുടെ ബുംബും വന്നല്ലോ. ഹായ് എങ്ങനെയുണ്ട് മോനെ? ഹെൽത്തൊക്കെ ഓക്കെ ആയോ? എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പം ജോലിക്കൊക്കെ പോയി തുടങ്ങിയ ബുംബുമേ? അപ്പു അച്ചു ചേച്ചി എനിക്ക് ഇപ്പോഴാ മനസ്സിലായില്ല എന്താണെന്ന്, അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അനിലേട്ടൻ ചപ്പാത്തി പരത്തുന്നത് പോലെ ആയിരിക്കും അപ്പു എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ ആരാണത്? സെന്തിൽകുമാർ അല്ലേ? വൈശാഖ് ഹായ് വൈശാഖ്, ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് വൈശാഖ്. കൺമണി ചേച്ചി ഹായ്. റെജിന ടീച്ചർ എന്ന് പറയുന്നുണ്ട്. ലച്ചു എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കൺമണി ചേച്ചി ഓക്കെ എന്ന് പറയുന്നുണ്ട്. വൈശാഖ് ഹായ് എന്ന് പറയുന്നുണ്ട്. അശ്വതി എടാ എനിക്ക് ഓർമ്മയില്ലടാ എന്ന് പറയുന്നുണ്ട്. രഗന ബുംബും ഹായ് ഇപ്പോൾ എങ്ങനെയുണ്ട്, ഓക്കെ ആയോ ഹെൽത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. കൺമണി ചേച്ചി ഹായ് ബുംബു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിലേട്ട അങ്ങനെ എന്തോ ആണ് അച്ചു ചേച്ചി ഉദ്ദേശിച്ചത്. എന്നെയും രഗനയും കുറേ ദിവസമായി പരത്തും എന്നൊന്ന് പറയുന്നുണ്ട്. അശ്വതി പറയുന്നുണ്ട് അനിലേട്ടാന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അനിലേട്ടൻ എന്നാൽ ഞാൻ അങ്ങോട്ട് പോവുകയെന്ന് പറയുന്നുണ്ട്. പോവാണോ അനിലേട്ട? ഇല്ല കിടപ്പാണ് രഗന എന്ന് പറയുന്നുണ്ട്. കുറവില്ലേ ബുംബും? കുറവില്ലേ മോനെ? അനിലേട്ടൻ അച്ചു എന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട്. കൺമണി ചേച്ചി ഹായ്. അശ്വതി എന്ന് പറയുന്നുണ്ട്. രഗന അപ്പുകുട്ട അത് പരത്തും അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അശ്വതി അപ്പു എന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ സ്നേഹ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സന്ധ്യ മോളെത്തിയല്ലോ. ഹായ് സന്ധ്യ. ഒരുപാട് 1ഉം 2ഉം അല്ല, ഒരുപാട് ഹാർട്ടുകളൊക്കെ തരുന്നുണ്ട്. ഒരുപാട് സന്തോഷം സന്ധ്യ ലൈവിലേക്ക് വന്നതിനും ഈ ഹാർട്ടുകളൊക്കെ തന്നതിനും. ഞാൻ ആ ഹാർട്ടുകളെല്ലാം ഞാൻ എടുത്തു കേട്ടോ, അതേ വെച്ചു. ഫ്രഷ് പറയുന്നുണ്ട്. അപ്പൂസേ എന്ത് പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് സ്നേഹം തരുന്നുണ്ട്. അപ്പു എൻ്റെ പൊന്നെ പറക്കും എന്നല്ല പരത്തും എന്നാണ് ചേച്ചി വായിച്ചത്, ഇപ്പോൾ അങ്ങനെ ആക്കിയോ എന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ഓർത്തെന്നറിയാമോ പറത്തു എന്ന് പറഞ്ഞത്? പറത്തു നീ തെറ്റിയെങ്ങാനും മെസ്സേജ് അയച്ചതായിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറക്കൂന്ന് കാണിച്ചത്. ജിന ടീച്ചർ പറയുന്നുണ്ട് ചായ കുടിച്ച് കഴിക്കാൻ അടയുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അട കേട്ടോ. ബുംബും പറയുന്നുണ്ട് ഹായ് ഷീ കൺമണി എന്ന് പറയുന്നുണ്ട്. കൺമണി ചേച്ചി ഹായ് വൈശാഖ എന്ന് പറയുന്നുണ്ട്. അനിലേട്ടൻ അത് സാരമില്ല അപ്പു നമ്മുടെ അച്ചു പെണ്ണല്ലേ എന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട്. രഗന അയ്യോ ബുംബും ബാക്ക് പെയിൻ ഒക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അശ്വതി